നല്ല മഴയത്തൊരു ബിരിയാണി കഴിക്കാൻ പോയല്ലോ. അപ്പോൾ നല്ല മഴയും തണുപ്പുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമുക്കൊന്നൊരു നല്ലൊരു ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള അത്ഭുത ബിരിയാണി കഴിക്കുമ്പോൾ ദേ പോണ വഴിക്ക് എൻ്റെ ബസ് കോളേജ് ബസ് ഇവിടെ കിടക്കണം തക്കിട്ട് തരുപടിയായിട്ടും അങ്ങനെ മൂത്രം വയ്ക്കാൻ കയറി അവിടെ ഒരു ചെറിയ വ്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ ബിരിയാണി കടയിലേക്കുള്ള ഫോക്കസാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കാണ്. ദം ബിരിയാണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ വണ്ടികൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർ വന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. പുള്ളിയോട്ട് പോവുക ഗൈസ്. അച്ചാറിൻ്റെ ഒരു പാത്രം അതിന് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല തളിര് ഇല ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല ഇത്രയും കാണുന്നത് ഫുള്ള് തിരക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബെഞ്ച് അറ്റ് എ ടൈം 50 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അടിപൊളി ബിരിയാണി ഒന്നും പറയാനില്ല. നമ്മുടെ കപ്പിൽ കൊണ്ട് ബിരിയാണി കെട്ടി ബീഫാണ്. ചിക്കൻ കഴിച്ചിട്ടുള്ള കുറേ ഇപ്പോൾ ബീഫാണ്. ബീഫ് ഇങ്ങനെ അടർന്ന് വേറൊരു ബീഫ് കേട്ടോ. അത്രയും ക്യൂട്ടാണ്. ശരിക്കും ഇവിടെ 80 രൂപയ്ക്കായിരുന്നു ആദ്യം ഒരു ബിരിയാണി സപ്ലൈ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് 110 രൂപയായിട്ടുണ്ട്. കൂടിയാൽ എന്താ ആ രുചിയും ആവിയും എല്ലാം അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇടയ്ക്കുള്ള സ്പോട്ടാണ് ഇവിടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ആണ്. റൈസും അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ചാറും ഒക്കെ തരും. നല്ല ടേസ്റ്റ് ബിരിയാണി, നല്ല മഴയത്ത് ബിരിയാണി കഴിക്കാൻ പൊളി സീനാണ്. അടിച്ച് പൊളിച്ച് കഴിച്ചിട്ട് വയറ് നിറഞ്ഞു. അതിന് ശേഷം എന്തായാലും വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള നമ്മുടെ അനങ്ങമ്പല്ലിലോട്ടൊന്ന് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ചെറിയൊരു മഴയുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ അതും ഒന്ന് ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് പോകാൻ ചോദിച്ചു. ഇവിടെ ഒരു അരങ്ങന്മാർ ടൂറിസ്റ്റ് എല്ലാവർക്കും ഏകദേശം അറിയണ്ടാവും. ഒറ്റപ്പാലം ജില്ലയിൽ അടുത്തായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി പിന്നെയും കാണാം. ബൈ.